അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാമിങ്ങൾ, മുദർരിസന്മാർ, മുഅല്ലിമീങ്ങൾ, മുഅദ്ദിനീങ്ങൾ, പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, ഇവർക്ക് ഒരുപാട് ഹക്കടപാടുകളുണ്ട്. അള്ളാഹുവും അവരുമായി തമ്മിലുള്ള ഹക്കടപാടുകൾ, ഉസ്താദുമാരും ശിഷ്യന്മാരും തമ്മിലുള്ള ഹക്കടപാടുകൾ, അത് മദ്രസ മുഅല്ലിമീങ്ങളാകട്ടെ മദ്രസ സ്റ്റുഡൻ്റ് ആകട്ടെ, അവർ തമ്മിലുള്ള ഹക്കടപാടുകൾ, ഉസ്താദുമാരും മഹല്ലി കമ്മിറ്റിക്കാരും തമ്മിലുള്ള ഹക്കടപാടുകൾ, ഉസ്താദുമാരും ജമാഅത്തുകാരുമായി തമ്മിലുള്ള ഹക്കടപാടുകൾ, ഉസ്താദുമാരും രേഞ്ചിയുമായി തമ്മിലുള്ള ഹക്കടപാടുകൾ, ഉസ്താദുമാരും SMAയുമായി തമ്മിലുള്ള ഹക്കടപാടുകൾ, ഉസ്താദുമാരും അതുപോലെ തന്നെ മഹല്ല് മാനേജ്മെൻറ്റുമായി തമ്മിലുള്ള ഹക്കടപാടുകൾ. ഇങ്ങനെ ഉസ്താദുമാരുടെ ഹക്കടപാടുകൾ നീളുന്നു. കുല്ലുക്കും റായി വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. നിങ്ങളുടെ അക്കടപാടുകളെയും ഭരണത്തിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നാളെ പരലോകത്ത് ചോദ്യമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് പള്ളിയിൽ ഒരു മുഅല്ലിമാവുക, ഇമാമാവുക, മുദർരിസാവുക, മുഅദ്ദിനാവുക എന്നുള്ളത് അതൊരു ചെറിയ വിഷയമായി ആരും തന്നെ കണക്കിലെടുക്കരുത്. കാരണം ഒരുപാട് ഹക്കടപാടുകളുണ്ട്. ആ ഹക്കടപാടുകൾ നിറവേറ്റില്ലെങ്കിൽ നാളെ പരലോകത്തും ഖബറിലും ഹിസാബുണ്ടാകുമെന്ന് ശരിക്കും മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്, ഞാനൊരു വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിരുന്നു. ആക്സിഡൻറ്റിൽ ഉസ്താദുമാർ കൂടുതൽ അപകടത്തിൽപ്പെടുന്നു. അതിൻ്റെ കാരണം മഹല്ല് കമ്മിറ്റിക്കാരുടെ ചില പിടിവാശി കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഉസ്താദന്മാരുടെ ഡ്യൂട്ടി അവർ അതിൻ്റെ ഹക്ക് പ്രകാരം നിറവേറ്റരുത് എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് ചില സന്ദർഭങ്ങളിൽ ഉസ്താദുമാർ ഏതോ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ അവർ ലേറ്റാകുകയാണ് എങ്കിൽ അവരുടെ മാനസിക അവസ്ഥകൾ പരിഗണിച്ച് അവരോട് പെരുമാറണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട നിർബന്ധിത സാഹചര്യം വരുന്നുണ്ട്. ചിലപ്പോൾ രാവിലെ ഉറങ്ങി രാത്രി ഉറക്കമില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഉറങ്ങിപ്പോയതായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ മരണപ്പെട്ടതായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും നിർബന്ധിത സാഹചര്യത്തിൽ അവർ പെട്ടുപോയാൽ അത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഉസ്താദന്മാർക്കും എന്താകുന്നുണ്ട്, ഒരു ഭയം എന്നുള്ളത് ഇല്ലാതെയാകുന്നു. അതേസമയത്ത് ഉസ്താദന്മാരോട് എന്താണ് നിയമമുള്ളത്? മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടികൾ ഒരു 5 മിനിറ്റ് ലേറ്റായാൽ, ഉസ്താദന്മാർ ലേറ്റായി കഴിഞ്ഞാൽ ഈ 5 മിനിറ്റ് എന്ന് പറഞ്ഞത് കേവലം 5 മിനിറ്റ് അല്ല. ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ 30 കുട്ടികളുണ്ട് എങ്കിൽ, ആ 30 കുട്ടികളുടെയും 5 മിനിറ്റ് നഷ്ടപ്പെട്ടു. ആ 5 മിനിറ്റിനെ കണക്കാക്കുമ്പോൾ എത്രമാത്രം മണിക്കൂറുകളായി മാറുന്നു. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹാ ബേക്കൽ ഉസ്താദ് നവറല്ലാഹു മർഖദ സഅദിയിൽ ജോലി ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഗൾഫിലേക്ക് പോയത് സഅദിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയത്തിനോ അല്ല, വേറെ വല്ല വിഷയത്തിനോ അല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം വിളിച്ചുകൊണ്ട് അവിടെ ഗൾഫിലേക്ക് ഒരു യാത്ര നടത്തിയതാണ്. വന്നതിൻ്റെ ശേഷം
സഅദിയയുടെ മാനേജ്മെൻറ്റിനോട് പറഞ്ഞു, ഈ മാസത്തെ ശമ്പളം ഞാൻ ഇല്ലാത്ത ദിവസത്തിലുള്ള ശമ്പളം എനിക്ക് കട്ടാക്കി തരണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അത് ഉസ്താദിനിക്ക് അതിയായിട്ട് ഞങ്ങൾ തരുന്നതാണ്, അത് ഉസ്താദ് സ്വീകരിക്കണം, കട്ടാക്കൂല. അത് കട്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മാസം അവസാനമാകുമ്പോൾ ആ മാസത്തിൻ്റെ മുഴുവനും ശമ്പളം കൊടുത്തപ്പോൾ ഉസ്താദ് അവറുകൾ അതിനെ എണ്ണി അർഹതപ്പെട്ടതിനെ മാത്രം വാങ്ങി ബാക്കിയുള്ളതിനെ തിരിച്ചു കൊടുത്തു. മാനേജ്മെൻറ്റ് പറഞ്ഞു, ഉസ്താദിനിക്ക് അത് അതിയാണ്, സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ അതിയ തരാൻ നിങ്ങളാരാണ്? 10 ആളുടെ സ്വത്തല്ലേ, ബൈത്തുൽ മാലല്ലേ, നിങ്ങൾക്ക് എങ്ങനെയാണ് അർഹത ഉണ്ടാവുക എന്ന് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് കേസറോഡ് ഉസ്താദോ മറ്റോ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതിൻ്റെ താജുൽ ഫുഖഹ, മൗലിദ് താജുൽ ഫുഖഹ എന്നുള്ള ആ കിതാബിലും ഈ വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊക്കെയും പാഠമാണ് ജീവിതത്തിൽ. അതുകൊണ്ട് ഒരു ലേറ്റായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസം തെറ്റിക്കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കണം. ഞാനതൊക്കെയും വിശദമായി ഞാൻ പറയുന്നില്ല. അതേപോലെ തന്നെ നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദ് തവ്വലല്ലാഹു അംറഹു മഅസിയത്തി വൽ ആഫിയ, അവിടുത്തെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട OK ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. OK ഉസ്താദ് അവറുകൾ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റമളാനിൽ മുദരിസാണ്. റമളാനിൽ ജോലി ചെയ്യുന്ന മഹലിലേക്ക് പോകാറില്ല. ഉസ്താദിനോട് ചോദിച്ചു, തറാവീഹ് ജോലിയില്ല, മുദരിസ് മാത്രമാണ്. ഉസ്താദിനോട് ചോദിച്ചു, എന്തേ റമളാനിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ആ മഹലിലേക്ക് പോകുന്നില്ല? പോയാൽ എന്തെങ്കിലും ഉസ്താദിനിക്ക് എന്തെങ്കിലും കൊണാവൂലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞാൻ പോയാൽ പല ആളുകളും എനിക്ക് സംഭാവന തരും. ആ സംഭാവന തരുന്ന കൂട്ടത്തിൽ ആ സാധാരണക്കാർക്കറിയില്ല സക്കാത്തിൻ്റെ പൈസ അതിലുണ്ടാകും. സക്കാത്ത് വാങ്ങാൻ ഞാൻ അർഹതപ്പെട്ടവനല്ല, പിന്നെ സക്കാത്തിൻ്റെ പൈസ തന്നാൽ എനിക്കത് ഹക്കായി മാറൂലേ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ പോവാത്തത് എന്ന് OK ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നോട് ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്. അതാണ് വിഷയമുള്ളത്. അതുകൊണ്ട് ഉസ്താദുമാരുടെ ബാധ്യതകൾ എത്രമാത്രം നീളുന്നു എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കൂ. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ചില നിർബന്ധിത സാഹചര്യത്തിൽ പോലും ഉസ്താദുമാർ എത്തണമെന്ന് നിർബന്ധിപ്പിക്കുമ്പോൾ അവർ ഓവർ സ്പീഡ്, മഹല്ലുകാരെ പേടിച്ചുകൊണ്ട് ഓവർ സ്പീഡ് നടത്തുമ്പോൾ പല അപകടം സംഭവിക്കാറുണ്ട്. അപ്പോൾ അവരോടെന്താണ് മാന്യമായ നിലക്കും സ്നേഹത്തിലും ചില നിർബന്ധിത ഘട്ടത്തിലും ആ നിലക്ക് അവരോട് പെരുമാറണം, കൈകാര്യം ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഉസ്താദുമാരുടെ ഹക്കടപാടുകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖുന പേരോട് ഉസ്താദ്, അത് ഞാനൊക്കെ ഈ മസല വിശദീകരിക്കുന്നില്ല. ഉസ്താദുമാർ എന്നോടൊന്നും ചില ഒരു അസമാധാനം തോന്നരുത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന പേരോട് ഉസ്താദ് തന്നെ അടിവരയിട്ടുകൊണ്ട് ഉസ്താദുമാരുടെ ബാധ്യത എന്താണ്, മദ്രസാധ്യാപകന്മാരുടെ ബാധ്യത എന്താണെന്ന് അടിവരയിട്ടുകൊണ്ട് പറയുന്നു. അതെല്ലാവരും നിങ്ങൾ കേൾക്കുക. ഇൻഷാ അല്ലാഹ് റബ്ബ് തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. അവർ കൃത്യമായി മദ്രസയിൽ എത്തുന്നുണ്ടോ? അവർക്ക് പഠനം ലഭിക്കുന്നുണ്ടോ? കുട്ടികൾക്ക് പഠനം ലഭിക്കുന്നുണ്ടോ? അത് നോക്കേണ്ട ഉത്തരവാദിത്തം ഉമ്മ ബാപ്പമാർക്കുണ്ട് എന്ന് കൂടി പറയട്ടെ. ആ കുട്ടികളെ മദ്രസയിലേക്ക് അയച്ചാൽ 7 മണിക്ക് തുടങ്ങുന്ന മദ്രസയാണെങ്കിൽ 7 മണിക്ക് മുമ്പ് തന്നെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാര് മദ്രസയിൽ എത്തിയിരിക്കണം. അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരെ അമാനത്താണ്. ആ ഉസ്താദുമാരങ്ങനെ എത്തിയോ ഇല്ലേ എന്നത് സദർ ഉസ്താദ് നോക്കണം. എത്തിയില്ലെങ്കിലോ ശമ്പളം കട്ട് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. കാരണം എന്തുകൊണ്ട്? അത് ഈ സദർ ഉസ്താദിന്റെ ഉത്തരവാദിത്തമാണ്. അത് അയാൾ ചെയ്തില്ലെങ്കിൽ അയാൾ പടച്ചവന്റെ അടുക്കൽ കുറ്റക്കാരനാണ്. അവർക്ക് ആ ശമ്പളം ഹലാലാകൂല. ഹലാലാക്കത്തത് കൊടുത്ത കുറ്റം ഈ സദർ മുഅല്ലിമിനുണ്ടാകും, വാങ്ങിയ കുറ്റം വാങ്ങിയ മുഅല്ലിമിനുമുണ്ടാകും. ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കണം. ആ സദർ ഉസ്താദും മുഅല്ലിമീങ്ങളൊക്കെ വേണ്ടതുപോലെ മദ്രസ കൈകാര്യം ചെയ്യുന്നുണ്ടോ? അത് മദ്രസയുടെ കമ്മിറ്റി പ്രസിഡന്റ് നോക്കണം, സെക്രട്ടറി നോക്കണം. ഉത്തരവാദിത്തമുള്ളവർ ഉത്തരവാദിത്വം നിർവഹിക്കണം. കാരണം എന്തുകൊണ്ട്?
ജനങ്ങളെ ധാരണ അതൊക്കെ കമ്മിറ്റിക്കാര് നോക്കുമെന്നാണ്. അതുപോലെ തന്നെ കമ്മിറ്റിക്കാരെ ധാരണ സദർ ഉസ്താദ് നോക്കുമെന്നാണ്. ജനങ്ങളെ ധാരണ ഉസ്താദുമാര് ശരി